നമസ്കാരം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതിന് മുമ്പ് ഇതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ള വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. ഇതാദ്യം കാണുന്നവർ ഇതിൻ്റെ ഒന്നാമത്തെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോഴേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളെന്ന് അറിയിക്കുന്നു. ഏതായാലും എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. പറഞ്ഞു വരുന്നത്, മനുഷ്യനാകാൻ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്ന ഈ എളിയ അറിവ് ആണ് വിവരിക്കുന്നത്. അപ്പോൾ ഹൈന്ദവ ആചാരത്തിലൂടെ പോകുന്നവർ കുറേ ആചരണങ്ങളൊന്നും ഇല്ലാതെ പോകുന്നവർ കുറേ പേരുണ്ട്. അവർ കുറേ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഉത്തരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറിയവരുണ്ട്. അവർ പിന്നെ നിരീശ്വരവാദികളായി. അപ്പോൾ ഈ ഒരു മനുഷ്യനൊരിക്കലും ഒരു ഈശ്വരനെ വിളിച്ചുകൊണ്ട് എനിക്കിന്നത് തരും, എനിക്കിന്നത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ ഒരാൾക്കും ഒന്നും ഇന്നേ വരെ അങ്ങനെ ഈശ്വരൻ കൊടുത്തതായിട്ട് ചരിത്രത്തിലില്ല. അതൊരു അന്ധവിശ്വാസമാണ്. ഞാൻ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഈശ്വരൻ എനിക്കും തന്നില്ല. ഞാനിങ്ങനൊരു വിഷമത്തിൽ പെട്ടപ്പോൾ എനിക്ക് കുറച്ച് പൈസൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതിനുവേണ്ടി ചോദിച്ചപ്പോൾ അത് കിട്ടിയില്ല, അത് തന്നില്ല. ഈശ്വരൻ അങ്ങനെ ചോദിച്ചതൊക്കെ എല്ലാവർക്കും ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ആരെങ്കിലും പണിക്ക് പോവോ? ഏതെങ്കിലും ഇന്നൊരു ജോലിക്ക് ആരെങ്കിലും പോവോ? അപ്പോൾ അവൻ്റെ കർത്തവ്യം എന്താ? ഉറങ്ങുക. ഈ ഉണ്ണണമെങ്കിലും ഉറങ്ങണമെങ്കിലും ആഹാരം എവിടെ നിന്നുണ്ടാകണം? മനുഷ്യനുണ്ടാക്കണം. ഇത് മനുഷ്യനുണ്ടാക്കി നമുക്ക് തരണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാർ വേണ്ടേ? ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? പണം ഉണ്ടാക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും എന്ത് സാധനം ഉണ്ടാക്കുന്നതും എല്ലാം മനുഷ്യനാണ്. ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച്, മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ആ മനുഷ്യന് എന്തെല്ലാം തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ടോ അതെല്ലാം ആ മനുഷ്യൻ തന്നെ കണ്ട് അതിനെപ്പറ്റി പഠിച്ച് പരീക്ഷണം നടത്തി ആ പരീക്ഷണങ്ങളിൽ വിജയം കാണുമ്പോൾ അത് മിഷനറി സാധനങ്ങളായിട്ടും വേഗത്തിൽ പണിയെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള യന്ത്രങ്ങളായി മാറുന്നു. അതൊക്കെ മനുഷ്യൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു മനുഷ്യനാകാൻ വേണ്ടി മതമല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യരായിക്കൊണ്ട് നമുക്ക് ചില കർത്തവ്യങ്ങളുണ്ട്. നമ്മളിലുള്ളതൊരു ശുദ്ധബോധമാണ്. ഏതൊരു മനുഷ്യനിലും ഈശ്വരൻ്റെ ഒരു അംശം, ശുദ്ധബോധം എന്നുള്ള തരത്തിലാണ് നമുക്ക് ബോധം തന്നുകൊണ്ട് നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിക്കുന്ന നല്ലൊരു മനുഷ്യൻ്റെ ഒരു രൂപത്തിലും ഭാവത്തിലും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ തന്ന് ബുദ്ധിയും ബോധമെല്ലാം ശുദ്ധബോധമൊക്കെ നൽകി നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ശുദ്ധബോധം നശിച്ച് ആ ശുദ്ധബോധം അശുദ്ധബോധമായി മാറുന്നു. ആ അശുദ്ധബോധത്തിൽ നിന്നാണ് അക്രമങ്ങളും അനീതികളും കക്കലുകളും കുറ്റം പറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം അശുദ്ധബോധത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ശുദ്ധബോധം അശുദ്ധബോധമായി മാറുമ്പോഴാണ് അക്രമങ്ങളും അനീതികളും അനാദരവുകളും അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അശുദ്ധബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത് ഏത് മനുഷ്യരായാലും, കൂലിപ്പണിക്കാരൻ മുതൽ മേലോട്ടുള്ള പ്രസിഡൻ്റ് വരെ. നമ്മൾ ഓരോരോ രാജ്യത്തും ജീവിക്കുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നത് പ്രധാനമന്ത്രിയും പ്രസിഡൻ്റും ഒക്കെയാണ്. അവരിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള സ്വഭാവത്തിന് അവരുടമയാണെങ്കിൽ അവർ അശുദ്ധബോധമുള്ളവരാണ്.
അത് മനുഷ്യകുലത്തെ അനിക്കുന്നതാണെങ്കിൽ അശുദ്ധ ബോധമുള്ളവരാണ്. പിന്നെ നാട്ടുകാർ, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ നടത്തുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് ഒരു അശുദ്ധ ബോധമല്ല, അത് ശുദ്ധബോധമാണ്. കാരണം ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തിൻ്റെ തലവന് എപ്പോഴും തൻ്റെ രാജ്യത്തിലുള്ള പ്രജകളെ രക്ഷിക്കുവാനുള്ള കർത്തവ്യങ്ങളും കടമകളും അദ്ദേഹം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ആ ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ള ഒരു അതിരും പറയുമ്പോൾ ഉള്ള നമ്മുടെ നാട്ടിലേക്ക് മറു രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദോഷം പ്രവർത്തിച്ചാൽ തിരിച്ചതേ ദോഷം കൊണ്ട് തന്നെ അവരെയും ഒന്ന് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വരുത്തിയിട്ടുള്ളൊരു നഷ്ടം അവർക്കും ജനിപ്പിക്കാൻ ഉണ്ടെങ്കിൽ തുനിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നാട്ടിലുള്ള മനുഷ്യകുലം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഈ നാട്ടിലുള്ള മനുഷ്യനെ ക്രൂശിക്കുവാനുള്ളൊരവസ്ഥയിലേക്ക് വീണ്ടും അവരെ പ്രചോദിപ്പിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ, ഭാരതമാകുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്നത് പ്രധാനമന്ത്രി ഇന്ന് വെറും ഒരു പ്രധാനമന്ത്രിയല്ല, ആ പ്രധാനമന്ത്രി ഇന്നൊരു മാധവനാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം അത്രത്തോളം കാര്യഗൗരവ ചിന്തയോടുകൂടി നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കുവാനായിക്കൊണ്ട് അഘോരം പണിയെടുക്കുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാദപത്നിയെ ഞാൻ നമിക്കുന്നു. അത് അദ്ദേഹം ഒരു ഹിന്ദുവായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു RSSൻ്റെ വക്താവായതുകൊണ്ടോ അല്ല പറയുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം നമ്മുടെ സംരക്ഷണത്തിനായിക്കൊണ്ട്, നമ്മുടെ നാട്ടിൻ്റെ വളർച്ചയ്ക്കായിക്കൊണ്ട്, നമ്മുടെ നാട്ടിലുള്ള എന്തെല്ലാം തരത്തിലുള്ള പോരായ്മകളാണോ നിലനിൽക്കുന്നത് ആ മനുഷ്യകുലത്തിൻ്റെ പോരായ്മകളെ നികത്തുവാനായിക്കൊണ്ട് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ ഭരിക്കുന്നവർക്ക് എനിക്കറിഞ്ഞുകൂടാ, ഒരുപാട് ആളുകൾ നല്ലവരുണ്ട്. അവർ ചെയ്യുന്ന ഏത് പാർട്ടിക്കാരായിക്കൊള്ളട്ടെ അത് നല്ലത് തന്നെ. അവരൊക്കെ മാധവൻ തന്നെയാണ്. നല്ലത് മനുഷ്യകുലത്തിൻ്റെ വ്യക്തിക്കും യുക്തിക്കും മനുഷ്യൻ്റെ നിലനിൽപ്പിനും ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത്, ജാതി മത വർണ്ണ വർഗ വിവേചനം കൂടാതെ അവരെല്ലാം മാധവൻ തന്നെയാണ്. മാധവനാരോ ഉയർന്ന പദത്തിലെത്തിയവൻ മാധവനാണ്. അതാണ് മഹാവിഷ്ണു എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയാം, നബി എന്നൊക്കെ പറയാം. അതൊക്കെ അവരാരെ മതത്തിനനുസരിച്ച് അവരാർക്ക് വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് പറയാം. അത് ഏത് രാജ്യം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രത്തിൻ്റെ തലവന്മാരും അവരുടെ ആ മനുഷ്യകുലത്തെ സംരക്ഷിക്കുവാനായിക്കൊണ്ട് യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും മനുഷ്യനും ചേരുന്ന രീതിയിലുള്ള ഭരണ നടപടികളുമായി അവരുടെ ഉന്നമനത്തിനായിക്കൊണ്ട് ആര് പ്രവർത്തിക്കുന്നു അവരെല്ലാം മാധവനാണ്. കട്ടുമുടിക്കുന്നവന് കൂട്ടുനിൽക്കുന്നവനെ കൊണ്ടല്ല പറയുന്നത്. ഇതിനു വേണ്ടി മനസ്സുകൊണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന, ഒന്നും ചെയ്യാനായില്ലെങ്കിലും അതിനു വേണ്ടി മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ മാധവനാണ്. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഓരോ രക്ഷിതാക്കളുണ്ട്. അവരുടെ കർത്തവ്യം അവർ നേരാംവണ്ണം നിർവഹിക്കുമ്പോൾ അവൻ മാധവനാണ്. അവൻ്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട്, അവൻ്റെ മതത്തിൽ നിന്നുകൊണ്ട്, അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടി നിർവഹിക്കുന്നുണ്ടോ അവൻ മാധവനാണ്. അവൻ നല്ല മനുഷ്യനാണ്. അവൻ അക്രമത്തിനും അനീതിക്കും അധർമ്മത്തിലൂടെയും സഞ്ചരിക്കാത്ത ആളാണെങ്കിൽ അവൻ മാധവനാണ്. ഇല്ലെങ്കിൽ ആ നാമത്തിന് അവൻ അവകാശിയല്ല. അവൻ അക്രമത്തിനോ അനീതിക്കോ പോകുന്നവനാണെങ്കിൽ അവൻ ഈ നാമത്തിന്, ഈ വിശേഷണത്തിൽ
അവന് ബാധകമല്ല. അത് ആരായിക്കൊള്ളട്ടെ, ഏത് ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, ഏത് ഭരണകർത്താക്കളായിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഓരോരോ ദിനം തുടങ്ങും തോറും ഞാൻ മനുഷ്യനാണെന്നുള്ള ബോധം വളർത്തിയെടുക്കാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം. മനുഷ്യൻ്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനായിക്കൊള്ളൊരു മനുഷ്യനായി കഴിഞ്ഞാൽ, ജനിച്ചാൽ അവൻ്റെ കർത്തവ്യം എന്താണ് അതറിയണം, അറിഞ്ഞ് വളരണം എല്ലാവരും. ഓരോ മതങ്ങളും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ചില മതങ്ങളിൽ പോരായ്മകളുള്ള ചില ആശയങ്ങളും വർണ്ണനകളും അലങ്കാരങ്ങളും ചമയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. അത് ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കി തിരുത്തപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിലുള്ളവരും തിരുത്തണം. ഹൈന്ദവ മതത്തിൽ പോരായ്മകളുണ്ട്, അത് നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഹൈന്ദവ മതത്തിൽ യോനി പൂജ നടക്കുന്നു. എന്തിനാണ് യോനി പൂജ വെച്ച് നടത്തുന്നത്? അങ്ങനെ മറ്റുള്ള മതത്തിൽ നോക്കുമ്പോൾ ഇത്രയും വിശേഷണമുണ്ട്. ഞാനതിനെ പറഞ്ഞ് കളിയാക്കുവാനോ പരിഹസിക്കുവാനോ കുറ്റം പറയാനോ തയ്യാറല്ല. പക്ഷേ എൻ്റെ സംസ്കാരത്തിൽ അത്രയും വിഷയങ്ങളും വിശേഷണങ്ങളും നടക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയാനുള്ളൊരു ആർജവം എനിക്കുണ്ടാകും. നിർത്താനുള്ളൊരു ആർജവം എനിക്കില്ല. കാരണം അതിൻ്റെ പുറകിൽ കുറേ ആരാധനകളുണ്ട്, കുറേ മുതലെടുപ്പുകാരുണ്ട്, കുറേ സമ്പത്ത് വെച്ച് കൂട്ടുന്നവരുണ്ട്. അത് തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്. ആയിക്കോട്ടെ. പക്ഷേ അത് മനുഷ്യരെ ആയി കണ്ടുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വിജയത്തിനും യുക്തിക്കും വ്യക്തിക്കും വേണ്ടി നടത്തുന്നതാണെങ്കിൽ അവരങ്ങനെ നടത്തിക്കൊള്ളട്ടെ. ആർക്കാവുള്ള ദോഷമുള്ളത്? മനുഷ്യർക്കാർക്കുള്ള ദോഷമില്ല. ഒരു മനുഷ്യനും അതുകൊണ്ടൊരു ദോഷം ചെയ്യുന്നില്ല. അത് ഗുണമാണ്. അതിൻ്റെ പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പുകൾ ഉണ്ടെങ്കിൽ അത് നിർത്തേണ്ടതാണ്, അത് നിർത്തിക്കേണ്ടതാണ്. എനിക്കതിനുള്ള കഴിവില്ല. അത് അവരുമായിട്ട് ബന്ധപ്പെട്ടവരോ ആ ആരാധന കൊണ്ട് നടക്കുന്നവരോ ഒക്കെ തീരുമാനിക്കട്ടെ. പക്ഷേ ഒന്ന് ആലോചിച്ചാൽ മതി, അത് യുക്തിക്ക് ചേരുന്നതല്ല, അതൊരു വ്യക്തിക്കും ചേരുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ചോദിക്കും, ശിവപ്രതിഷ്ഠ അങ്ങനെയല്ലേ? ശിവപ്രതിഷ്ഠ അതിനെയല്ല സൂചിപ്പിക്കുന്നത്. ശിവപ്രതിഷ്ഠ ശിവലിംഗമായി മാറുന്നത് ഒരു പുരുഷൻ്റെ ലിംഗമായി ആരും കാണേണ്ടതില്ല. ഒരാങ്കിളാണ്, ഒരു വളയമാണ്, ഒരു വളഞ്ഞു ഉരുണ്ടിട്ടുള്ളൊരു, നമ്മൾ സാധാരണ അമ്മിക്കുട്ടിയൊക്കെ കണ്ടിട്ടുണ്ട്, ഏകദേശം അതിൻ്റെ ഒരു രൂപമാണ്. പക്ഷെ കുറച്ചും കൂടി അതിന് അലങ്കാരങ്ങളോട് കൂടിയും അതിന് വർണ്ണങ്ങളോട് കൂടി അത് നല്ല മിനുക്കി എടുത്തിട്ടുള്ള കല്ലുകളാണ്. ആ കല്ലുകളിൽ പിന്നെ സ്വർണം കൊണ്ട് ആലേഖനം ചെയ്തിട്ടുണ്ടാവും, പഞ്ചലോഹങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില ആഭരണങ്ങളൊക്കെ അതിനണിഞ്ഞിട്ടുള്ള പൂജകളുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു പുരുഷൻ്റെ ലിംഗത്തെ അല്ല അത് സൂചിപ്പിക്കുന്നത്. അതൊരാങ്കിളാണ്. അതിൻ്റെ ശിവനാകുന്ന ഈ പ്രപഞ്ചത്തെ ആലേഖനം ചെയ്തുകൊണ്ട് ആരാധിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു രൂപമാണ്. അതൊരിക്കലും ഒരു പുരുഷൻ്റെ മൂത്രമൊഴിക്കുന്നതായിട്ടുള്ള ആ ലിംഗത്തെ അല്ല സൂചിപ്പിക്കുന്നതെന്ന് ഉള്ളൊരു മലയാളികൾ അറിഞ്ഞ് ആചരിക്കണം. അത് പ്രകൃതിയാകുന്ന ശിവചൈതന്യത്തെ ദർശിക്കാൻ വേണ്ടി അതിനെ ചന്ദനം കൊണ്ടും അതുപോലെ നീരാഞ്ജന കല്ലുകൊണ്ടുള്ള മഷിയും ഒക്കെ എടുത്തുകൊണ്ട് ആ ചന്ദനം കൊണ്ട് മുഖവും കണ്ണുകളും എല്ലാം രൂപാന്തരപ്പെടുത്തി അതിന് പ്രപഞ്ചമായി പൂജിക്കുന്നൊരു സംവിധാനമാണ്. അത് ആർക്കും ചെയ്യാം. ഒരു ചുമരുണ്ടെങ്കിൽ അതിനൊരു ചിത്രം വരച്ചുകൊണ്ട് ചെയ്യുന്നത് പോലെയാണ്, ചിത്രം വരയ്ക്കുന്നത് പോലെയാണ് അതിമേ ഈശ്വരനെ, ആ ശിവശക്തിയെ അവിടെ കണ്ടുകൊണ്ട് ഹൈന്ദവകുലം ആരാധിച്ചു പോരുന്നത്. പക്ഷേ അതല്ലാതെ പൂജാവിധികളിൽ ഊട്ടുന്നുണ്ടാവും, സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഈ സങ്കല്പിക്കുന്ന ആളുകൾക്ക് ഈ അവയവങ്ങളൊക്കെ ഇല്ലേ,
അപ്പം അങ്ങനെ നമ്മൾ എണ്ണി പറയേണ്ടതില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നാരീപൂജ നടക്കുന്നു. അത് നാരീപൂജ ഒന്നും തെറ്റുള്ളതല്ല. അത് ദേവിയെ ആരാധിക്കുന്നൊരു സമ്പ്രദായം. അതൊരു ലിംഗത്തെ വെച്ചൊരു അവയവത്തെ അല്ല പൂജിക്കുന്നു, ആ ഒരു തത്വത്തെ പൂജിക്കുന്നു. ആ ഉയർന്നൊരു പ്രപഞ്ചബോധത്തെയാണ് അതിലൂടെ അവർ വരച്ചു കാണുന്നത്. പ്രപഞ്ചമാതാവായി പ്രപഞ്ചത്തെയാണ് അവർ പൂജിക്കുന്നത്. പ്രപഞ്ചേശ്വരിയായിട്ടുള്ള അമ്മയെ, എൻ്റെ ഭൂമി മാതാവായിട്ടുള്ള അമ്മയെ, എൻ്റെ പ്രകൃതി ആയിട്ടുള്ള അമ്മയെ അല്ലെങ്കിൽ ശിവനെ ആണ് അതിലാരാധിക്കുന്നത്. പക്ഷേ ലിംഗം വെച്ചുകൊണ്ടുള്ളൊരു പൂജ, ഒരവയവം വെച്ചുകൊണ്ടുള്ള പൂജ, അതിനോട് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എതിർക്കേണ്ട ആവശ്യങ്ങളില്ല. തെറ്റാണെന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുള്ളതാണ്. അതെനിക്ക് എൻ്റെ വ്യക്തിക്കും എൻ്റെ വിശ്വാസത്തിനും ചേർന്നതല്ല. അത് പറയാനുള്ളൊരു ഒരു 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 പൗരൻ എന്ന നിലയിൽ, ഈ ഹൈന്ദവ കുലത്തിൽ പിറന്നൊരു മനുഷ്യനെന്ന നിലയിൽ പറയാൻ എനിക്ക് അവകാശമുണ്ട്. അതിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനും അവകാശമുണ്ട്. പക്ഷെ ഞാൻ അവരെ എതിർക്കുന്നില്ല. പക്ഷെ അത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കണം. അതിലൂടെ അവർക്ക് ഊർജം കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മക്കൾക്ക്, വരുന്ന തലമുറകൾക്ക്, നിങ്ങൾ ആ യോനി എടുത്ത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ അമ്മയുടെ ചിത്രം വെച്ച് വരച്ചു. അമ്മയെ തെറ്റിദ്ധരിക്കരുത്. അമ്മയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ മാതാവായിട്ടുള്ള അമ്മയെ പൂർണ്ണ രൂപത്തോടു കൂടി നിങ്ങൾ സ്വീകരിക്കൂ. നിങ്ങളുടെ കുലം വളരും, കുടുംബം വളരും, സമൂഹം വളരും. ഇതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് മാതൃകയാകാൻ പറ്റുന്നുണ്ട് ഈ ആരാധന നടത്തുന്നവർക്ക്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അമ്മയുടെ പൂർണ്ണ രൂപം വെച്ചുകൊണ്ടോ ഓട്ടം വെച്ചുകൊണ്ടോ ആരാധിക്കൂ. വിളിക്കുവിൻ അമ്മേ മഹാദേവിയെന്ന്. എപ്പോഴും വിളിക്കൂ, പണിയെടുക്കുമ്പോൾ വിളിക്കൂ. ഇതിന്മേ കുറേ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഇല്ല. അമ്മേ മഹാദേവി എന്ന് വിളിച്ചോളൂ. എൻ്റെ അനുഭവം അറിയുന്നു. പ്രകൃതിയുമായിട്ട് അടുക്കുവാനുള്ള അവസരം ആയതിലൂടെ കിട്ടും. ആയത് നിങ്ങളിൽ വളരും. ശരി എന്താണെന്നും തെറ്റെന്താണെന്നും ഒരു മനുഷ്യൻ്റെ കർത്തവ്യം എന്താണെന്നും എവിടേക്കറ്റം ഉയരാൻ പറ്റുമെന്നും എവിടെയാണ് ഞാൻ പോയി നിൽക്കുന്ന തലമെന്നും നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അപ്രകാരമാണ് നമ്മൾ ഉയരേണ്ടത്. എന്നാലും നമ്മൾ ആദ്യം ചെയ്യുന്ന പടി നമുക്കൊരു മനുഷ്യൻ ആണെന്ന് തിരിച്ചറിവ് വരേണ്ടതുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം ഞാനെന്നുള്ള ഭാവത്തിലേക്ക് വരും. നമ്മളായിത്തീരുന്ന ഭാവം. ഞാനെന്ന് പറയുമ്പോൾ എല്ലാറ്റിലും ഞാൻ തന്നെ, നമ്മളെന്ന ഭാവം എന്തിലും ഏതിലും അത് കാണാനായിക്കൊണ്ട് നമുക്ക് സാധിക്കും. അത് മനുഷ്യരിൽ സാധിക്കും. അത് വായു ആവുന്നതും ഞാൻ തന്നെ, പ്രകൃതിയാകുന്നതും ഞാൻ തന്നെ, പ്രപഞ്ചമാകുന്നതും ഞാൻ തന്നെ, ഭൂമിയാകുന്നതും ഞാൻ തന്നെ, സമുദ്രമാകുന്നതും ഞാൻ തന്നെ, എല്ലാം വായുമണ്ഡലവും അഗ്നിമണ്ഡലവും എല്ലാം ഞാൻ തന്നെ. പിന്നെ ഞാനല്ലാത്തതായിട്ടൊന്നും ഇല്ല. ഞാനല്ലാത്തതായിട്ടുള്ള ഒന്നും ഇല്ല. എല്ലാം ഞാൻ തന്നെയെന്ന് കണ്ടെത്താനാകുന്നൊരു അവസ്ഥ. അവിടെയാണ് നമ്മൾ പരമാനന്ദത്തിലെത്തുന്നത്. ഞാൻ കണ്ട പരമാനന്ദം എൻ്റെ മക്കളറിയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടി പറയുന്നു. ഏവർക്കും വേണ്ടി പറയുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. കേൾക്കുന്നത് യുക്തിക്കും വ്യക്തിക്കും ചേരുന്നുണ്ടോ എന്ന് ചിന്തിച്ചു മുന്നോട്ട് പോകണം. നിങ്ങൾ എഴുന്നേൽക്കണം. ഒരുപാട് അറിവില്ലായ്മ നിന്നുകൊണ്ടും ഒരുപാട് അറിയണമെന്നില്ല. കുറച്ചറിഞ്ഞാൽ മതി. അറിയുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. നല്ലതല്ലാത്തത് എത്ര അറിഞ്ഞാലും
അതിൽ നിന്നൊന്നും നമ്മളൊന്നും പഠിക്കുന്നില്ല, അതൊന്നും അതിൽ നിന്നുകൊണ്ട് വളരുന്നു, അത് നമ്മുടെ മറ്റൊരു തകർച്ചയിലേക്കായി കൊണ്ട് എത്തിക്കുന്നു. ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നതിൻ്റെ ലെങ്ത് ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ലെങ്ത് കൂടും. ആയതുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയിലൂടെ നമുക്ക് ഒരുമിക്കാം. നന്ദി, നമസ്കാരം.